തെക്കൻ നഗരമായ റാഫയെ ഗാസ മുനമ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന പുതിയ മൊറാഖ് ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ഇസ്രയേൽ. റാഫയുടെയും ഖാൻ യൂനിസിന്റെയും ഇടയിൽ പണ്ട് നിലനിന്നിരുന്ന ജൂത കുടിയേറ്റ പ്രദേശമാണ് മൊറാഖ്. ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയായതോടെ ഗാസ മൂന്നായി വിഭജിക്കും. പുതിയ ഇടനാഴിയിലേക്ക് 36-ാം ഡിവിഷനിലുള്ള സൈന്യത്തെ വിന്യസിച്ചതായി പ്രതിരോധ സേന പ്രസ്താവനയിൽ അറിയിച്ചു. മൊറാഖിനെ രണ്ടാം ഫിലാഡൽഫി ഇടനാഴി എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. ഗാസയുടെ മൂന്നിലൊന്ന് ഭാഗത്തെ മുനമ്പിൽ നിന്നും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രയേൽ വികസിപ്പിച്ച മുനമ്പിലെ പ്രധാന ബഫർ സോണുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഇടനാഴികൾ ഗാസയുടെ 50%-ത്തിലധികം പ്രദേശങ്ങളുടെ നിയന്ത്രണം പ്രതിരോധ സേനയ്ക്ക് നൽകുന്നുണ്ട്. റാഫയിൽ വ്യാപകമായ ഒഴിപ്പിക്കലിന് ഉത്തരവിട്ടതിനെ തുടർന്ന് മുനമ്പിലെ സൈനിക നടപടി IDF കൂടുതൽ വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. ശേഷിക്കുന്ന ബന്ദികളുടെ മോചനത്തിനായി ഹമാസിൽ സമ്മർദ്ദം ചെലുത്താൻ ഗാസയുടെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മൊറാഖ് ഇടനാഴിയുടെ നിർമ്മാണം സൈന്യം പൂർത്തീകരിച്ചത്. 59 ബന്ദികളിൽ 24 പേർ ജീവനോടെ ഉണ്ടെന്നാണ് കരുതുന്നത്. ഗാസയിൽ ഉടനീളമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് സൈനിക പ്രവർത്തനം സൂചിപ്പിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസ് നേതാക്കൾ കുടുംബങ്ങളോടൊപ്പം തുരങ്കങ്ങളിലും വിദേശങ്ങളിലും ആഡംബര ഹോട്ടലുകളിലും താമസിച്ച് പലസ്തീനികളെ മാനുഷിക കവചമായി ഉപയോഗിക്കുകയാണെന്നും കാറ്റ്സ് ആരോപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ ഭാഗമായി സ്വമേധയാ മറ്റ് രാജ്യങ്ങളിലേക്ക് താമസം മാറാൻ താല്പര്യമുള്ള പലസ്തീനികളെ അതിനനുവദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതി നടപ്പിലാക്കിയാൽ അത് എക്കാലത്തെയും വലിയ വംശീയ ഉന്മൂലനമാകുമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ഗാസയിൽ ഉടനീളമുള്ള ആക്രമണങ്ങൾ ഇസ്രയേൽ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 21 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഖാൻ യൂനിസിന് കിഴക്കുള്ള പ്രദേശങ്ങളിലും ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഹമാസ് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്നാണ് IDFന്റെ ആരോപണം. ഹമാസ് നിയന്ത്രണത്തിലുള്ള മുനമ്പിന്റെ ആരോഗ്യം അധികൃതരുടെ കണക്കനുസരിച്ച് ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 50,000-ത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസിനെ ഗാസയിൽ നിന്നും തുടച്ചു നീക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു കരാറിന്റെ ഭാഗമായി മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂ എന്ന് ഹമാസ് പറയുന്നുണ്ട്. പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് പ്രാതിനിധ്യ സംഘം കെയ്റോയിൽ എത്തുമെന്നാണ് സൂചന.